ഹായ് ഓൾ, വെൽക്കം ടു ഈസി കോഡ് ലേണർ. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൾ സി ഷാർപ്പ്. സി ഷാർപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബ്രീഫായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടുകയാണ് നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ആ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. സോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുകയാണ്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ നിലവിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് സി, സി പ്ലസ് പ്ലസ്, അതുപോലെ ജാവ, പൈത്തൺ, ജാവ എക്സെട്ര. സോ വൺ ഓഫ് ദ അതുപോലെ തന്നെ സി ഷാർപ്പും വൺ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള സി ഷാർപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് സി ഷാർപ്പ്? സി ഷാർപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഷാർപ്പ് ഈസ് വൺ ഓഫ് ദ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. സോ എന്താണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, മേക്ക് ഷുവർ ദാറ്റ് സി ഷാർപ്പ് ഈസ് ആൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കുറെ ടോപ്പിക്സ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇൻഹെറിറ്റൻസ്, പിന്നെ പോളിമോർഫിസം, എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ തന്നെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് സി ഷാർപ്പ് ഈസ് ആൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഓക്കെ, സോ സി ഷാർപ്പ് വെച്ച് എന്തൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സി ഷാർപ്പ് വെച്ചിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഷെയർ പോയിന്റ് ഇല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ്, ഇല്ലെങ്കിൽ കൺസോൾ ആപ്ലിക്കേഷൻസ്, വിൻഡോസ് ഫോംസ്, അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് സി ഷാർപ്പ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ സി ഷാർപ്പ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ സി ഷാർപ്പ് വെച്ച് നമുക്കൊരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു കോഡ് നമുക്ക് റൺ ചെയ്യണം. ആ സമയത്ത് നമുക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൂളാണ്, ഇല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് തന്നെ ഒരു ഐ ഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. സോ അത് ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വിഷ്വൽ സ്റ്റുഡിയോ 2022 ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ 2022 ഫ്രം മൈക്രോസോഫ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഡൗൺലോഡ് ചെയ്യാത്തവർ പോയി അത് ഡൗൺലോഡ് ചെയ്യുക. അല്ലാത്തവർക്ക് നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും ഹൗ ടു ക്രിയേറ്റ് എ കൺസോൾ ആപ്ലിക്കേഷൻ. സോ കൺസോൾ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? സോ നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി ഷാർപ്പ് പഠിക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. സോ നമ്മൾ ഈ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ഈ ക്ലാസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ 2022 ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് കിട്ടും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ പറയുന്ന ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ സി ഷാർപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഫോൾട്ട് പല തരത്തിലുള്ള ലാംഗ്വേജ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളോട് സി ഷാർപ്പാണ് കൊടുക്കുന്നത്. അതിൽ കൺസോൾ ആപ്ലിക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യുക. നേരത്തെ ചെയ്തവരാണെങ്കിൽ സൈഡിൽ നമുക്ക് റീസെന്റ് പ്രൊജക്ട് ടെംപ്ലേറ്റ് കാണാൻ പറ്റും. ഓക്കെ, കൺസോൾ ആപ്ലിക്കേഷനിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർ സി ഷാർപ്പ്. ഓക്കെ, കൺസോൾ ആപ്ലിക്കേഷൻ വിഷ്വൽ ബേസിക്സ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. നമ്മളിവിടെ സി ഷാർപ്പാണ് കവർ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സി ഷാർപ്പ് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ചാലും മതി. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമുക്കിവിടെ പ്രൊജക്ട് നെയിം കൊടുക്കുക. ഇവിടെ ഞാൻ മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ. ഓക്കെ, മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തു. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ നമ്മളോട് ഏത് ഫ്രെയിം വർക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 6 ഉണ്ട്, 7 ഉണ്ട്. സോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7 ആണ് എടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിനു മുന്നേ .NET 5 വരെ ഉപയോഗിച്ചതാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ബിഗിനർ അല്ല,
ഇതിനു മുന്നേ .NET 5 വരെ ഉപയോഗിച്ചവരാണെങ്കിൽ .NET 6ഉം .NET 7ഉം കൺസോൾ ആപ്ലിക്കേഷനിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ .NET 5 ആയിരുന്നെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എടുത്തു വരുന്ന ഇപ്പൊ ഈ പറയുന്ന പോലെ program.cs എന്ന് പറയുന്ന ക്ലാസ്. സോ നമ്മുടെ ഇവിടെ നെയിം സ്പേസസ് എന്ന് പറയുന്ന ടേം അറിയാത്തൊരാണ്, നെയിം സ്പേസ് എന്ന് പറയുന്ന ടേംസ് ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഈ സെഷനിൽ. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് .NET 6 വരുമ്പോൾ. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ കൺസോൾ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് റൺ ചെയ്യേണ്ടതിന് വേണ്ടി നമുക്കിവിടെ ഇവിടെ നമ്മൾക്ക് ടാസ്ക് ബാർ ഒക്കെ കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്കിവിടെ ഒരു മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ, ഈ ഒരു പച്ച ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ ഞെക്കുക. അവിടെ ഞെക്കുമ്പോൾ ഇത് റൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതിനു മുന്നേ ഇതാണ് നമ്മൾ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറയുക. ഇവിടെ ആയിരിക്കും നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് program.cs എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് ഇവിടെ ഡിക്ലെയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പൊ റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹലോ വേൾഡ് പ്രിന്റ് ആവുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഡീബഗിങ് ഞെക്കുക. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഡീബഗിങ് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്തൗട്ട് ഡീബഗിങ് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹലോ വേൾഡ് പ്രിന്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇവിടെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് പ്രിന്റ് ആവുന്നത്. സോ ഹലോ വേൾഡ്. ഓക്കെ, ഓൾറെഡി അത് പ്രിന്റ് ആയിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിവിടെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലാസ്സും കൂടെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക, ക്ലാസ് കൊടുക്കുക. ഓക്കെ, ക്ലാസ് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ആഡ് ചെയ്യുന്നു. പിന്നെ എംപ്ലോയി കൊടുക്കുക, ആഡ് കൊടുക്കുക, ഇല്ല എൻ്റർ അടിച്ചാലും മതി. ഇത് ആഡ് ചെയ്ത് എംപ്ലോയി ക്ലാസ് വരുമ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കുറെ ലൈൻസ് 1 to 5 വരെ നമുക്ക് ഒരു യൂസിങ് സിസ്റ്റം .threading.task അങ്ങനെ പലതരത്തിലുള്ള ഇതിനെയാണ് നമ്മൾ നെയിം സ്പേസസ് എന്ന് പറയുക. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഒരു ക്ലാസിന്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ക്ലാസ് എഴുതുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ നെയിം സ്പേസ് മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ എന്നാണ് ഇതിന്റെ നെയിം സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിപ്പോ നമുക്ക് ഇന്റേണൽ ക്ലാസ് എംപ്ലോയി ഇതൊക്കെ നമ്മൾ പിന്നീട് ഇതാണ് ക്ലാസിന്റെ പേര് എംപ്ലോയി. ഓക്കെ, സോ ഇതായിരിക്കും ഒരു ബേസിക് ക്ലാസിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതിനു മുന്നേ ഈ നെയിം സ്പേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം സ്പേസ് ഇസ് എ കളക്ഷൻ ഓഫ് ക്ലാസ്സസ്, ഇന്റർഫേസസ് എക്സെട്ര. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇപ്പൊ ഈ കാണുന്ന പോലെ ഈ യൂസിങ് system.collection.general അതുപോലെ ഇപ്പൊ ഈ ക്ലാസ് നമുക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇപ്പൊ ഡിക്ലെയർ ചെയ്യണം ഇല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നെയിം സ്പേസ് നമ്മളോട് ഉപയോഗിക്കും. ഇതുപോലെ യൂസിങ് മൈ ഫസ്റ്റ് കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പിന്നീടുള്ള സെഷനിൽ കവർ ചെയ്യും. ജസ്റ്റ് മനസ്സിലാക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പോ നമുക്ക് നെയിം സ്പേസ് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കോഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയിം സ്പേസസ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ C# എന്താണെന്ന് പഠിച്ചു. C# ഈസ് വൺ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇറ്റ്സ് ആൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലാസസ്, ഒബ്ജക്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതൊന്നും നിങ്ങളിപ്പോ ഓർത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട, ഇതെല്ലാം നമ്മൾ സെഷൻസിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഈ പറയുന്ന ക്ലാസസ്, ഒബ്ജക്ട്സ് ഇതെല്ലാം ഒരു കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഉള്ളതാണ് C#. ഓക്കെ, സോ C# ഇസ് ആൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുപോലെ തന്നെ C# വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് C# വെച്ചിട്ട് നമ്മളൊരു കോഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള IDE നമ്മൾ ഈ സെഷനിൽ എടുത്തേക്കുന്നത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 2022 ആണ്. സോ 2022 ഏത് ഫ്രെയിം വർക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? .NET 7 ആണ്. സോ .NET 7 വെച്ചിട്ട് നമ്മളൊരു കൺസോൾ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തു. കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തു.
കൺസോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് പ്രോഗ്രാം ഡോട്ട് സി എസ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് വന്നു. സോ ഇവിടെ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഒരു റൈറ്റ് ലൈൻ എന്ന് പറയുന്ന അത് നെക്സ്റ്റ് സെഷനിൽ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. സോ ഇവിടെ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. ഇതായിരുന്നു ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്തുള്ളത്. സോ ഒരു ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നു. എംപ്ലോയി എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. സോ നെയിം സ്പേസസ് ഉണ്ടാവും. ഇവിടെ ഒരു കളക്ഷൻ ഓഫ് നെയിം സ്പേസസ് ഉണ്ട്. യൂസിങ് സിസ്റ്റം ഡോട്ട് കളക്ഷൻസ് ജനറിക്. ഇതെല്ലാം ഇപ്പൊ ഒരു കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഗ്രേ കളറിലാണ് വരുന്നത്. ഇത് നമ്മൾ ഈ സിസ്റ്റം ഡോട്ട് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വരുമ്പോൾ യൂസിങ് സിസ്റ്റം ഡോട്ട് മാത്ത് അങ്ങനെ പല പല നെയിം സ്പേസസ് ഉണ്ട്. ഓക്കെ, മാത്ത് ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യൂസിങ് സിസ്റ്റം ഡോട്ട് മാത്ത് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നെയിം സ്പേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോഡ് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസസ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ പഠിപ്പിച്ചു. സോ ഇതായിരിക്കും ഒരു ക്ലാസ് സ്ട്രക്ചർ. സോ ഈ സെഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കൺസോൾ ആപ്ലിക്കേഷൻ വീഡിയോ അനുസരിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് സെഷനിൽ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈനിനും റീഡ് ലൈനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.